നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, അത് ജാസ്മിൻ വെറുതെ കിടന്ന് ബബ്ബ അടിക്കല്ലേ അമ്മ. ബ്രോ പറഞ്ഞത് 100% ശരിയായതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ ഇടപെടണ്ട. പാർവതിയും ജാസ്മിനും കൂടി ഇത് തീരുമാനിക്കട്ടെ. ജാസ്മിൻ, നീ റിക്വസ്റ്റ് ചെയ്ത പാർവതി സമ്മതിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക്. ഇവളുടെ കാല് പിടിക്കുന്നതിലും ഭേദവേ ഞാൻ സ്വയം കെട്ടിത്തൂങ്ങി ചാവുന്നതാ. ഞാൻ ഔട്ട് ഹൗസിലേക്ക് മാറണം, അത്രയല്ലേ വേണ്ടു. ഞാൻ മാറിക്കോളാം. ജാസ്മിൻ, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. അതിനകത്ത് നിറയെ കൊതുകുകളാ. AC പോയിട്ട് നല്ലൊരു വെന്റിലേഷൻ പോലും ഇല്ല അതിനകത്ത്. ഒരുമാതിരി സ്റ്റോറും പോലത്തെ ഒരു സ്ഥലമാ. നിന്ന് തിരിയാൻ പറ്റത്തില്ലെന്നേ. അങ്കിൾ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ദുരഭിമാനികൾ നരകത്തിൽ പോവെന്ന് പറയുന്നത് വെറുതെ അല്ല. അനുഭവയോഗം അനുഭവിച്ചല്ലേ പറ്റൂ. ഔട്ട് ഹൗസിന്റെ കീ എവിടെ? പാർവതി, ആ കീ അങ്ങ് കൊടുത്തേക്ക്. ഗാർഗി, നീ എന്തിനിപ്പോ കീ തട്ടിക്കളഞ്ഞേ? ഞാൻ തട്ടിക്കളഞ്ഞൊന്നുമല്ല, അറിയാതെ തട്ടിപ്പോയതാ. അറിയാതെ തട്ടിയൊന്നുമല്ല, മനഃപൂർവ്വ. അതെടുത്ത് ജാസ്മിന് കൊടുക്ക്. അയ്യോ, എനിക്ക് കുനിയാൻ വയ്യ അങ്കിളെ. 3 ദിവസമായിട്ട് ഭയങ്കര നടുവേദനയാ. ആ കീ ജാസ്മിൻ തന്നെ എടുത്തോളൂ. ജാസ്മിനെ, ആ കീ എടുത്തിട്ട് ഔട്ട് ഹൗസിലേക്ക് പൊയ്ക്കോളൂ. ഇവളിത് മനഃപൂർവ്വം ചെയ്തതാ, ഞാൻ പാർവതിയുടെ കാലിൽ വീണു എന്ന് വരുത്തി തീർക്കാൻ. ഞാനെടുക്കാം. ജിതിൻ, നോ. പാർവതിയുടെ മുന്നിൽ ഒരു നിമിഷം പോലും തല ഉനിക്കാൻ വയ്യാത്തോണ്ടല്ലേ ജാസ്മിൻ കീ എടുക്കാത്തത്. അതെ, അഹങ്കാരത്തിന്റെ ലക്ഷണം. അഹങ്കാരികളെ എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ളവരെ ഞാൻ ഔട്ട് ഹൗസിൽ പോലും താമസിപ്പിക്കില്ല. പൊളി ബ്രോ. എടുക്ക് ജാസ്മിൻ. എടുക്കുമ്പോ പാർവതിയുടെ കാലൊന്ന് തൊട്ടു വന്ദിച്ചേക്ക്. ഗാർഗി, നിനക്ക് പുണ്യം കിട്ടും. ഏട്ടാ, എടുത്തോ. നമസ്കാരം മുത്തശ്ശ. നമസ്കാരം. പല്ലവി എവിടില്ല അമ്പേജി? ഉണ്ട്, ഞാൻ വിളിക്കാം. പല്ലവി മോളെ. പ്രമോദ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു അമ്പേജി.
എന്താ അമ്മേ? സുരഭിയുടെ മൊബൈലിൽ വന്ന ഫോട്ടോസ് പ്രിന്റ് എടുത്തു തരാൻ നീ പറഞ്ഞല്ലേ? ദാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. ശരി ചേച്ചി. ആരുടെ ഫോട്ടോയാ? അത് അമ്മ, ഞാൻ പിന്നെ കാണട്ടെ. വേണ്ട, തരാനാ പറഞ്ഞ. ഇങ്ങ് തരാനില്ല. പല്ലവി, അമ്മ വീട തരാൻ. എന്താ അമ്മ ഇത്? വിപിന്റെ ഫോട്ടോ ഇതെന്തിനാ നിനക്ക്? സുരഭിയുടെ ഫോണിലേക്ക് വിപിൻ സാർ അയച്ചതാ. എന്തിന്? എനിക്കറിയില്ല. എന്നിട്ട് പല്ലവിക്ക് കൊടുക്കണമെന്ന് അവളോട് പറഞ്ഞു അത്ര. ഞാൻ ഇത് വിശ്വസിക്കില്ല. സത്യം പറയടി, എന്തിനാ നിനക്ക് ഈ ഫോട്ടോ? ഞാൻ പറഞ്ഞത് സത്യം അമ്മ. എന്റെ സൗന്ദര്യത്തില് വിപിൻ സാറും മയങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ദേ പല്ലവി, വെറുതെ അനാവശ്യം പറയരുത്. നീ കള്ളം പറയുന്നതാ. ഈ കുട്ടി ഇങ്ങനത്തെ വഷളത്തരങ്ങൾ ഒന്നും ചെയ്യില്ല. സത്യം പറയാനാ പറഞ്ഞേ. പറയാൻ പറയടി. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. വേണ്ട, കുട്ടിയോട് ഞാൻ ചോദിക്കാം. മോളെ, വിശാലിന്റെ അനിയൻ ഇതുപോലുള്ള തല്ലുകൊള്ളിത്തരം ചെയ്യില്ലെന്നാണ് മുത്തച്ഛന്റെ വിശ്വാസം. മോള് സത്യം പറ. മോൾ ആവശ്യപ്പെട്ടിട്ടല്ലേ അവൻ ഈ ഫോട്ടോ തന്നത്? അതെ. മോൾക്കെന്തിനാ അവന്റെ ഫോട്ടോ? ഒരു കാര്യവുമില്ലാതെ മറ്റൊരാളുടെ ഫോട്ടോ ആവശ്യപ്പെടില്ലല്ലോ. മോള് മുത്തശ്ശനോട് സത്യം പറയ. അത് മുത്തശ്ശ, ഉത്സവത്തിന് ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കില്ലേ, അതില് വിപിൻ സാറിന്റെ ഫോട്ടോ വെക്കാൻ വേണ്ടിയാ അയച്ചു തന്നത്. ഈ അമ്മയ്ക്ക് എന്നെ എപ്പോഴും സംശയം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ എന്നെ അടിച്ചത്. ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ ആവശ്യപ്പെടാന്ന് പറഞ്ഞ കെട്ടിക്കാറായ പെൺകുട്ടിയല്ലേ അവള്? കുട്ടിക്കളി മാറിയിട്ടില്ല, അതുകൊണ്ടാ. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എന്റെ ഉദയനൂരമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.